പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ കടവുൾ വാഴ്ത്ത് എന്ന അധ്യായത്തിലെ 5-ാമത് കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആദ്യമായി നമുക്ക് കുറൽ പരിചയപ്പെടാം. ഇരുൾ ചേർ ഇരുവിനെയും ചേരായിറൈവൻ പൊരുൾ ചേർ പുകൾ പുരിന്താർ മാട്ട്. ഇരുൾ ചേർ ഇരുവിനെയും ചേരായിറൈവൻ പൊരുൾ ചേർ പുകൾ പുരിന്താർ മാട്ടു. ഇതാണ് കുറലിൻ്റെ തമിഴ് മൂലം. ശ്രീനാരായണ ഗുരു ഈ കുറലിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈശൻ്റെ വലുതാം കീർത്തി വാഴ്ത്തുന്നവരിലെന്നുമേ ഇരുളാലണയും രണ്ടു വിനയും വന്നണഞ്ഞിടാ. ഈശൻ്റെ വലുതാം കീർത്തി വാഴ്ത്തുന്നവരിലെന്നുമേ ഇരുളാലണയും രണ്ടു വിനയും വന്നണഞ്ഞിടാ. ഇനി നമുക്ക് ഈ കുറലിലെ പദാനുപദാർത്ഥം തമിഴ് മൂലം ആദ്യം മനസ്സിലാക്കാം. ഇരുൾ ചേർ, അജ്ഞാനാന്ധകാരത്തോട് ചേർന്ന് വർത്തിക്കുന്ന ഇരുവിനെയും രണ്ട് വിനകളും. ഈ രണ്ട് വിനകളെ രണ്ട് തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ജനനവും മരണവും എന്ന അർത്ഥത്തിലും, രണ്ടാമത് ഇഹലോകവും പരലോകവും എന്നുള്ള തരത്തിലുമാണ്. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ പ്രായോഗിക അദ്വൈതത്തെയാണ് ഉദ്ഘോഷിക്കുന്നത്. എന്നാൽ കുറൽകാരൻ പ്രായോഗിക അദ്വൈതമല്ല, അവിടെ ഒരു സാമൂഹിക ശാസ്ത്രമെന്ന നിലയിലാണ് ഇഹലോക പരലോക ചിന്ത വിചിന്തനം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇറൈവൻ പൊരുൾ ചേർ, ഇറൈവൻ ഈശ്വരനാണ്. ഈശ്വരൻ്റെ പൊരുൾ ചേർന്ന് നിന്ന് പുകൾ പൊരിന്താർ പുകൾ പൊരിന്താർ പുകൾ പുരിന്താർ ചേരമാട്ടു എന്നാണ്. എന്നാൽ സ്തുതിക്കുന്ന പുകൾ പുരിന്താർ സ്തുതിക്കുന്നവരെ എന്നാണ്. അങ്ങനെയുള്ളവരെ ഇത് ഈ രണ്ട് വിനകളും, ഇരുൾ പറ്റി നിൽക്കുന്ന രണ്ട് വിനകളും ബാധിക്കുന്നില്ല എന്നാണ് കുറലിൽ പറഞ്ഞിരിക്കുന്നത്. പൊരുളറിഞ്ഞ് ഈശ്വരൻ്റെ മഹിമാവിശേഷങ്ങളെ വാഴ്ത്തി സ്തുതിക്കുന്നവരെ അജ്ഞാനാന്ധകാരവുമായി പറ്റി നിൽക്കുന്ന രണ്ട് വിനകളും ബാധിക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ വാച്യാർത്ഥം. ശ്രീനാരായണ ഗുരുദേവൻ ഈ കുറലിന് കൊടുത്തിരിക്കുന്ന മൊഴിമാറ്റത്തിലും അതേ കാര്യം തന്നെ ആശയത്തിന് അല്പം പോലും ചോർച്ചയില്ലാതെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈശൻ്റെ വലുതാം കീർത്തി വാഴ്ത്തുന്നവരിലെന്നുമേ ഇരുളാലണയും രണ്ടു വിനയും വന്നണഞ്ഞിട എന്ന്. അപ്പോൾ ഇവിടെ ഇരുളെന്ന പദത്തെ അജ്ഞാനാന്ധകാരം എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. സത്യസാക്ഷാത്കാരത്തിന് സഹായകമായി വർത്തിക്കുന്ന ജ്ഞാനപ്രകാശത്തിൻ്റെ അഭാവമാണ് ഇരുളാൽ അണയുന്ന രണ്ട് വിനകൾ. അത് ജനനമരണങ്ങളും അതുപോലെ ഇഹലോക പരലോക ജീവിതങ്ങളുമാണ്. അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ്. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന അറിവ് തെളിഞ്ഞു പ്രകാശിക്കുന്ന മനസ്സിൽ ജനനമരണങ്ങൾക്ക് ഉണ്മയില്ല. മരണത്തിലേക്കുള്ള യാത്രയായി ജീവിതത്തെ കാണുന്നവർക്കാണ് ജീവിതം കടലായി അനുഭവപ്പെടുന്നത്. ഏകവും അഖണ്ഡവുമായ പരമാത്മാവിൻ്റെ നിശ്ചയപ്രകാരം
ജീവിതലീലകൾ ആടാനുള്ള നിയോഗം കഴിയുന്നത്ര വിജയകരമാക്കി തീർക്കുക മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളതെന്ന ധാരണയോടുകൂടി ജീവിക്കുന്നവർക്ക് മരണത്തെപ്പറ്റിയോ മരണാനന്തര ജീവിതത്തെപ്പറ്റിയോ പുനർജന്മത്തെപ്പറ്റിയോ ഒന്നും ആശങ്കകളില്ല. അവരതിനെക്കുറിച്ച് ചിന്ത വെച്ച് പുലർത്തുന്നവരുമല്ല. പുണ്യപാപങ്ങളും ധർമാധർമ്മങ്ങളും ഭൗതിക സുഖദുഃഖങ്ങളുമെല്ലാം ആപേക്ഷികങ്ങളും വ്യവസ്ഥാപിത സങ്കല്പങ്ങളിൽ മാത്രം പ്രസക്തിയുള്ളവയുമാണ്. വസ്തുതാപരമായ ഈ സത്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് ഈശൻ്റെ വലുതാം കീർത്തി വാഴ്ത്തുന്നവർ, അഥവാ പൊരുളറിഞ്ഞ് ഈശനെ വാഴ്ത്തി സ്തുതിക്കുന്നവർ. അങ്ങനെയുള്ളവർ സത്യദർശികളും തഥ്യാബോധമുള്ളവരുമാണ്. ഇരുൾ പറ്റി നിൽക്കുന്ന വിനകളൊന്നും അവരെ ബാധിക്കുകയില്ല. ഇതാണ് ഈ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലാണ് നമ്മൾ ഈ ഖുർആനിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്. പൊരുളറിഞ്ഞീശനെ വാഴ്ത്തുവോർ കേശില്ല, ഇരുൾ പറ്റി നിൽക്കുന്ന വിനകൾ രണ്ടും. ഇരുൾ ചേർ ഇരുവിനെയും ചേരാ ഇറൈവൻ, പൊരുൾ ചേർ പുകൾ പുരിന്താർ മാട്ടു. ഈശന്റെ വലുതാം കീർത്തി വാഴ്ത്തുന്നവരിലെന്നുമേ ഇരുളാലണയും രണ്ടു വിനയും വന്നണഞ്ഞിടാ. പൊരുളറിഞ്ഞീശനെ വാഴ്ത്തുവോർ കേശില്ല, ഇരുൾ പറ്റി നിൽക്കുന്ന വിനകൾ രണ്ടും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഖുർആനിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.